നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. അതേസമയം 2019 കൈമാറിയത് ചെമ്പുപാളികളാണെന്ന ദിവസങ്ങൾക്ക് മുമ്പുള്ള നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മലക്കം മറിഞ്ഞു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വ്യക്തത തേടിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈമാറിയത് ചട്ടങ്ങൾ പാലിക്കാതെ എന്ന് വ്യക്തമാക്കുന്ന മാസ്റ്റർ വിവരങ്ങൾ പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവന അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുത്തി. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം നടത്തട്ടെ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഏത് കാലത്താണ് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് എന്നതിൽ കൃത്യത വരണമെന്നും നടപടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് എന്നും വിവാദങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്നും വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരുപാട് അഴിമതി കെടുകാര്യസ്ഥതയില്ലാതെ എന്നും ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിൻ്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിൻ്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും നഷ്ടപ്പെടുത്തുക എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ അടിയന്തര യോഗം ചേർന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസുകൾ റദ്ദാക്കിയേക്കും. മധ്യപ്രദേശിൽ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ അറസ്റ്റിലായി. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചു. ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും 14 കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയം അടിയന്തര യോഗം ചേർന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം ഉറപ്പാക്കാനും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കടുത്ത നടപടികളുണ്ടായേക്കും. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു. മരുന്നിന്റെ സാമ്പിളുകളിൽ 48.6% ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു. മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി. 24 ഡൽഹി. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പാലക്കാട്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് KSRTCയുടെ പുതിയ ബസിന്റെ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയിലാണ് പങ്കെടുത്തത്. ഐഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, അങ്ങനെ വലിയ പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ തന്നെ പൊതുപരിപാടിയിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. ഈ പരിപാടിയിൽ CIT നേതാക്കളുടെ അടക്കം സാന്നിധ്യം ചർച്ചയാകുന്നുണ്ടല്ലോ. തീർച്ചയായും
ഗോകുൽ, അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ആദ്യമായാണ് രാഹുൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെയൊക്കെ ഈ ഡിവൈഎഫ്ഐയുടെയും BJPയുടെ ഒക്കെ ഭാഗത്തു നിന്ന് വലിയ ആഹ്വാനം ഉണ്ടായിരുന്നു, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ. പക്ഷെ ഇന്ന് യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഇല്ലാതെയാണ് CITU-കാരുടെ അടക്കം നേതൃത്വത്തിൽ തന്നെ ഈ MLA മണ്ഡൽ അവിടെ എത്തി ഫ്ലാഗ് ഓഫ് ചെയ്തത്. രാത്രി 9 മണിക്കായിരുന്നു പരിപാടി. ഈ ബസ് സർവീസ് പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ബസ് സർവീസ്, AC ബസ് സർവീസ് വേണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് ഗതാഗത വകുപ്പ് മന്ത്രി അത് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. എന്തായാലും രാഹുൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മണ്ഡലത്തിൽ തുടരുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പരിപാടികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. MLA ഓഫീസിൽ വരാറുണ്ടെങ്കിൽ പോലും മറ്റ് ഔദ്യോഗിക പരിപാടികളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും സജീവമാവുന്നു എന്നതിന്റെ ഒരു മുന്നൊരുക്കം തന്നെയാണ് ഇന്ന് ഒരു ഔദ്യോഗിക പരിപാടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി, ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടെ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി ആശുപത്രി അധികൃതരും KGMOയെയും. ഡോക്ടേഴ്സിന്റെ വീഴ്ചയല്ലെന്നും അപൂർവമായി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചെന്ന ഡോക്ടേഴ്സിന്റെ വാദം പച്ചക്കള്ളമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. വിരലുകൾ അനക്കണം, കാരണം എന്നാലേ രക്തചംക്രമണം ഉണ്ടാവുള്ളൂ, നീര് വെക്കാതിരിക്കുള്ളൂ എന്നുള്ളത് പറയും. പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരുക്കുമായി ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെയും ഓർത്തോ വിഭാഗം മേധാവിയുടെയും വിശദീകരണം. എന്നാൽ ഇത് നുണയെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത 24-നോട്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. എന്നാൽ രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ്. DMOയ്ക്ക് ലഭിച്ച റിപ്പോർട്ട് സമർത്ഥിച്ചാണ് ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കുമെന്ന് MLA K ബാബു പറഞ്ഞു. എന്ത് ചികിത്സ ആവശ്യമായി വരുന്നു ആ ചികിത്സ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തും എല്ലാവിധത്തിലുള്ള സഹായം ഉറപ്പാക്കും എന്നതിനൊരു തർക്കമേ ഇല്ല. 24 പാലക്കാട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച. വയനാടിന് കൂടുതൽ ധനസഹായം അനുവദിക്കണമെന്നതടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ അമിത്ഷായെ അറിയിക്കും. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 260 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഈ തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അപര്യാപ്തമാണെന്നും അർഹമായ തുക അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ലഡാക്ക് വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് സോനം വാങ്ചുക്. ജയിലിൽ നിന്നാണ് സന്ദേശം. അതേസമയം നിലവിലെ സമാധാന ചർച്ചകൾ ഫലം കണ്ടെന്ന് ലഡാക്ക് ഭരണകൂടം പ്രതികരിച്ചു. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ഭരണകൂടം വ്യക്തമാക്കി. ലഡാക്ക് പ്രക്ഷോഭത്തിന് പിന്നാലെ ജോധ്പൂർ ജയിലിൽ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സന്ദേശം ലീഗൽ ടീമാണ് പുറത്തുവിട്ടത്. ശാരീരികമായും മാനസികമായും താൻ സുഖമായിരിക്കുന്നു. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം. ജുഡീഷ്യൽ അന്വേഷണം ആരംഭിക്കും വരെയും ജയിലിൽ തുടരും. 6ാം ഷെഡ്യൂളിനും സംസ്ഥാന പദവിക്കും വേണ്ടിയുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പെക്സ് ബോഡി സ്വീകരിക്കുന്ന ഏതൊരു നടപടിയിലും പൂർണ്ണ ഹൃദയത്തോടെ കൂടെ നിൽക്കുമെന്നും സോനം വാങ്ചുക്. യഥാർത്ഥ ഗാന്ധിയൻ അഹിംസയുടെ വഴിയിൽ സമാധാനപരമായി പോരാട്ടം തുടരാൻ ആഹ്വാനം. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ ഭാര്യ ഗീതാഞ്ജലി യാങ്മോ നൽകിയ ഹേബിയസ് കോർപ്പസ് സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, NV അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കോടതി നടപടികളനുസരിച്ച് ബാക്കിയുള്ള 40 പേരെയും മോചിപ്പിക്കുമെന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കേന്ദ്രവുമായി നാളെ നടക്കാനിരുന്ന ചർച്ചകളിൽ നിന്ന് പിന്മാറിയെങ്കിലും സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്കെത്തിക്കാനുള്ള ശ്രമം കേന്ദ്രം തുടരുകയാണ്. അതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം സൂക്ഷ്മമായി പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ്. 24 ഡൽഹി. ഈ വർഷത്തെ വയലാർ അവാർഡ് E സന്തോഷ് കുമാറിന്. അഭയാർത്ഥി വിഷയം പ്രമേയമായ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവുമാണ് പുരസ്കാരം.
കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥി കുടുംബത്തിന്റെ കഥ പറയുന്ന ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛനാണ് ഈ വർഷത്തെ വയലാർ സാഹിത്യ പുരസ്കാരം. രാജ്യത്തെ അഭയാർത്ഥി പാലായന പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്ത നോവൽ കൂടിയാണ് തപോമയുടെ അച്ഛൻ. വയലാർ അവാർഡ് വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ സാഹിത്യ രംഗത്ത് ഏറ്റവും പരിഗണന കിട്ടുന്ന ഒരു അവാർഡായിട്ടാണ് വയലാർ അവാർഡ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഉണ്ടല്ലോ. അത്തരം ഒരു അവാർഡ് നമ്മുടെ ഒരു പുസ്തകത്തെ തേടി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഫലകവുമാണ് അവാർഡ്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയതിൽ പകരം വയ്ക്കാനില്ലാത്ത നോവലെന്ന് വിലയിരുത്തിയാണ് പുസ്തകത്തെ ജൂറി അംഗങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഭാഷ കൊണ്ടും കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും തപോമയുടെ അച്ഛനല്ലാതെ മറ്റൊരു കൃതിയെക്കുറിച്ച് ചിന്തിക്കാനാവില്ലെന്നും ജൂറി നിരീക്ഷിച്ചു. TD രാമകൃഷ്ണൻ, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അവാർഡ് സമർപ്പണ ചടങ്ങ് നടക്കും. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കണമെന്ന് മുൻ മന്ത്രി KK ശൈലജ. അയ്യപ്പ സംഗമം നടത്തിയത് ഭക്തരുടെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ്. എന്നാൽ അതിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും KK ശൈലജ പറഞ്ഞു. കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താല്പര്യരെല്ലാം ചേർത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത്. അപ്പൊ പിന്നെ തിരുവാഭരണം കാണാനില്ല, അല്ലെങ്കിൽ അതിന്റെ ദ്വാരപാലകന്റെ പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാണുന്നില്ലേ? അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ്. വിജിലൻസ് അന്വേഷിക്കുകയാണിത്, കേട്ടോ. അപ്പോ ഇപ്പൊ സയ്യടാന്നായി പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. കോൺഗ്രസിൽ നിന്നുയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ ശശി തരൂർ MP. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് ശശി തരൂർ പറഞ്ഞു. നെഹ്റുവിന്റെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും, എല്ലാ വിശ്വാസവും, എല്ലാ ആക്ഷൻസും ആ വിശ്വാസത്തിലാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ബീഹാറിൽ SIR നടപ്പാക്കിയത് നിയമപരമായാണ്. നവംബർ 22-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കി. 1-2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. നിയമസഭയുടെ കാലാവധി നവംബർ 22-ന് അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് ജ്ഞാനേഷ് കുമാർ. स्पेशल इंटेंसिव रिवीजन ये कार्य 24 जून 2025 से शुरू हुआ और कालावधि पूर्ण होने से पहले ही समयबद्ध तरीके से सभी मतदाताओं के सहयोग के साथ समाप्त हुआ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷണർ അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായെന്നും കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയാകും ഇനി രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി 1200 വോട്ടുകൾ മാത്രമാണ് ഉണ്ടാകുകയെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് ബൂത്തിലും 100% വെബ്കാസ്റ്റിംഗ്, പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ഉൾപ്പെടുത്തും, സീരിയൽ നമ്പറുകൾ വലിയ അക്കത്തിൽ രേഖപ്പെടുത്തും തുടങ്ങിയവയാണ് മറ്റ് പരിഷ്കാരങ്ങൾ. 24 ഡൽഹി. ഗസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രയേൽ. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഗസയുടെ അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസ് സമ്പൂർണ്ണ ഉന്മൂലനം നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ നാളെ ഈജിപ്തിൽ ചർച്ചകൾ നടക്കും. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനായ ജറേഡ് കുഷ്ണറും ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധി സംഘങ്ങളും ചർച്ചയിൽ പങ്കെടുക്കും. ബന്ദികളുടെ മോചനത്തിനായുള്ള സാഹചര്യം ഒരുക്കാനും ദീർഘകാല വെടിനിർത്തലിനായുള്ള ചർച്ചകളുമാണ് നാളെ നടക്കുക. കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൈമാറി. അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തി കലോത്സവം നാളെ നടത്താനാണ് തീരുമാനം.
മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റ് പറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈം നിർത്തിവെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് നടപടികൾ കർശനമാക്കുമെന്ന് SK-40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. വിതരണ ശൃംഖലകൾ കണ്ടെത്തി ഇല്ലാതാക്കും. ജനകീയ ഇടപെടലാണ് വേണ്ടതെന്നും DGP ജ്യോതിർഗമയിൽ പറഞ്ഞു. ലഹരി വിൽപ്പനയ്ക്കെതിരെ നടപടികൾ കർശനമാക്കിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവരെ അതിനുവേണ്ടി പിന്തിരിപ്പിക്കാനുള്ള ഒരു കാര്യം നടക്കുന്നതാണ്. രണ്ടാമത്തേത് പെഡലേഴ്സിനെ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അവർക്കെതിരായ കർശനമായ നടപടി സ്വീകരിക്കുക. ലഹരിക്കെതിരായ 24ന്റെ ദൗത്യം രാജ്യത്തിനു തന്നെ മാതൃകയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ന് ഏറ്റവും നല്ല, ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് എടുത്തിരിക്കുന്നത്. 24നോട് പ്രത്യേകം രാജ്യം തന്നെ കടപ്പെട്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വിമുക്തിയിലൂടെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടിയവരെ കുരുക്കാൻ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായി എക്സൈസ് കണ്ടെത്തി. ഇതിനെതിരെ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇയാളുടെ പുറകെ കൂടിയിരുന്ന മാഫിയ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ ഇയാൾക്കെതിരെ പരാതി അയക്കുകയാണ്. ഇയാളെ കാണാതെ വരുമ്പോൾ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അയാൾക്കെതിരെ പരാതി അയക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. അപ്പോൾ ഇയാൾ വീണ്ടും ഈ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ലഹരിക്കെതിരായ ബോധവൽക്കരണവും മാർഗനിർദ്ദേശവും ശരിയായ രീതിയിലാകണമെന്ന് നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി ജി ശ്രീകുമാർ മേനോൻ. ഇതിന് 2 വശമുണ്ട്. നമ്മൾ ഡ്രഗ്സിൽ ഡീൽ ചെയ്യുമ്പോൾ പറയും, അതായത് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരു അറിവില്ലാത്ത ആള് പോലും അതിന് മുകളിൽ എൻലൈറ്റൻഡ് ആവും. ഈ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ബോധവൽക്കരണം വരും. അപ്പോൾ ദേ മേ ബി ടെംപ്റ്റഡ് ടു യൂസ് ഇറ്റ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി നാർക്കോട്ടിക്സ് അക്കാദമി മുൻ മേധാവി എഴുതിയ ഹിമാലയൻ ബ്ലൂ പോപ്പി പുസ്തക പ്രകാശനം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയുടെ അനുവാദത്തോടുകൂടി. അപ്പൊ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ നമുക്കൊരു VIP ഉണ്ട്, അനുജ രാജേഷ്. ആൾക്കാരിൽ ഒരു എത്തട്ടെ ഈ സന്ദേശം. ന്യൂസ് ഡെസ്ക് 24. 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യശാലി അജ്ഞാതയായി തുടരും. ബമ്പർ അടിച്ചത് പുറത്തറിയിക്കേണ്ട എന്നാണ് തീരുമാനം. നെട്ടൂർ സ്വദേശിനിയാണ് കോടിപതിയെന്ന് 24ലൂടെ ലോട്ടറി ഏജന്റ് വെളിപ്പെടുത്തിയതോടെ ആകാംക്ഷ വാനോളമായി. പൊതുമധ്യത്തിലെത്താതെ ബാങ്കിൽ നേരിട്ടെത്തി ലോട്ടറി കൈമാറാനാണ് സാധ്യത. അടിച്ചെന്ന് സംശയിക്കുന്ന ആളുടെ വീട് അടച്ചുപോയേക്കണേ. വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും 12 മണിക്കുള്ളിൽ ആള് പ്രത്യക്ഷപ്പെടും. ഭാഗ്യശാലി 12 മണിയോടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞതോടെ ആരെന്നറിയാനുള്ള ആകാംക്ഷയും കാത്തിരിപ്പുമേറി. ബമ്പറടിച്ച സ്ത്രീയെ താൻ ഇന്നലെ കണ്ടെന്ന് ലതീഷിന്റെ സുഹൃത്ത് സലാം. എന്താ ഇത്ര ആൾക്കാരെന്നൊക്കെ ചോദിച്ചതാ. അവർക്ക് ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും, പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടോ. 12 മണിയോടെ ഭാഗ്യശാലിയെ കാണാൻ ലോട്ടറി ഏജൻസിക്ക് മുന്നിൽ തിരക്കേറി. നിയന്ത്രണത്തിന് പോലീസുമെത്തി. എന്നാൽ പൊതുമധ്യത്തിൽ വരാൻ ഭാഗ്യശാലിക്ക് ആഗ്രഹമില്ല. അവർ വരൂല, അവർ പ്രത്യക്ഷപ്പെടാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണം എന്നാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ വരില്ല, പ്രത്യക്ഷപ്പെടില്ല. അവർ ആളും ആരവും കണ്ടതോടെയാണ് പൊതുമധ്യത്തിൽ വരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഭാഗ്യശാലി പിന്മാറിയത്. ആകാംക്ഷയും കാത്തിരിപ്പും ഇനിയും നീളും. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിലെ ദുരൂഹത ഉടൻ നീങ്ങുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കസ്റ്റഡിയിലുള്ള പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായുള്ള സൂചനയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. മരണത്തിന് പിന്നിലെ കാരണത്തിൽ ഉടൻ വ്യക്തത ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത അറിയിച്ചു. ഈ മാസം 10-ന് സുബീന്റെ ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കും. അതിന് പിന്നാലെ എന്താണ് ഗായകന് സംഭവിച്ചത് എന്നതിൽ വ്യക്തത ഉണ്ടാകുമെന്ന് അസം മുഖ്യമന്ത്രി പറഞ്ഞു. സുബീനെ മാനേജറും പരിപാടിയുടെ സംഘാടകനും ചേർന്ന്
വിഷം കൊടുത്തു കൊന്നതാകാമെന്ന സഹഗായകന്റെ മൊഴിയിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സഹഗായകന്റെ മൊഴിയുടെ സത്യാവസ്ഥ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. സിംഗപ്പൂർ പരിപാടിയുടെ സംഘാടകൻ ശ്യാം കാനു മഹന്തയുടെ പണമിടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. ഇതോടെ 24 റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.